ഹായ് എവരി വൺ, വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. ഇന്നത്തെ വീഡിയോ ഇംഗ്ലീഷ് ഫ്ലുവൻ്റായി സംസാരിക്കാനുള്ള ഒരു ട്രിക്കാണ്. നമ്മൾ ഡെയിലി ചെയ്യുന്ന കുറേ പ്രവൃത്തികൾ ഉപയോഗിച്ച് കുറേ സെൻറ്റൻസുകൾ ഉണ്ടാക്കി നോക്കുക, എന്നിട്ടത് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക. സോ ഇന്ന് വീഡിയോയിൽ 10 ആക്ഷൻ വേർബ്സ് ഉപയോഗിച്ച് സെൻറ്റൻസ് ഉണ്ടാക്കി നോക്കാം, അതോടൊപ്പം പ്രാക്ടീസും ചെയ്യാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. നമ്പർ 1, സ്പീക്ക്, സംസാരിക്കുക. ഹി സ്പീക്സ് 4 ലാംഗ്വേജസ് ഫ്ലുവൻ്റ്ലി. അവൻ 4 ഭാഷകൾ നന്നായി സംസാരിക്കും. ഹി സ്പീക്സ് 4 ലാംഗ്വേജസ് ഫ്ലുവൻ്റ്ലി. ഇവിടെ ഓർത്തിരിക്കേണ്ട ഒരു ഗ്രാമർ റൂൾ, ഹി സ്പീക്സ് എന്നാണ് വന്നിരിക്കുന്നത്. ഇതേപോലെ ഹി, ഷീ, ഇറ്റ് ആണെങ്കിൽ വേർബിൻ്റെ കൂടെ എസ് ചേർത്ത് വേണം പറയാനായിട്ട്. ഈ സ്പീക്ക് ഉപയോഗിച്ചിട്ട് തന്നെ മറ്റൊരു സെൻറ്റൻസ് ഉണ്ടാക്കി നോക്കിയാലോ. ഹി ട്രൈ ടു സ്പീക്ക് ഇൻ എ ലോ വോയിസ്. അവൻ പതിഞ്ഞ ശബ്ദത്തിൽ സംസാരിക്കാൻ ശ്രമിച്ചു. അവൻ ശ്രമിച്ചു. ഹി ട്രൈഡ് ടു സ്പീക്ക്, സംസാരിക്കാൻ. എങ്ങനെ സംസാരിക്കാൻ? ഇൻ എ ലോ വോയിസ്, പതിഞ്ഞ ശബ്ദത്തിൽ. നമ്പർ 2, റീഡ്, വായിക്കുക. ഷീ റീഡ്സ് നോവൽസ് ഇൻ ഹെർ ഫ്രീ ടൈം. അവൾ അവളുടെ ഒഴിവ് സമയങ്ങളിൽ നോവൽസ് വായിക്കാറുണ്ട്. ഇനി നമുക്ക് ഒരുമിച്ച് പറഞ്ഞു നോക്കിയാലോ. She reads novels in her free time. She reads novels in her free time. അവന് ന്യൂസ് പേപ്പർ വായിക്കാൻ ഇഷ്ടമാണ്. എങ്ങനെ പറയാം? He likes reading the newspaper. He likes reading the newspaper. He likes reading the newspaper. Number 3, walk, നടക്കുക. She walks in the park every morning. എല്ലാ ദിവസവും രാവിലെ അവൾ പാർക്കിൽ നടക്കാറുണ്ട്. പ്ലീസ് റിപ്പീറ്റ്. ഷീ വാക്സ് ഇൻ ദ പാർക്ക് എവറി മോർണിംഗ്. ഹി വാക്സ് ഹോം ഫ്രം സ്കൂൾ എവറി ഡേ. എല്ലാ ദിവസവും സ്കൂളിൽ നിന്നും വീട്ടിലേക്ക് അവൻ നടന്നാണ് പോകാറുള്ളത്. ഹി വാക്സ് ഹോം ഫ്രം സ്കൂൾ എവറി ഡേ. നമ്പർ 4, പ്ലേ, കളിക്കുക. ചിൽഡ്രൻ പ്ലേ ഇൻ ദ പ്ലേ ഗ്രൗണ്ട് ഹാപ്പിലി. കുട്ടികൾ സന്തോഷത്തോടെ കളിസ്ഥലത്ത് കളിക്കുകയാണ്. ഷീ പ്ലേസ് ടെന്നീസ് ആഫ്റ്റർ സ്കൂൾ. സ്കൂളിൽ നിന്ന് വന്ന ശേഷം അവൾ ടെന്നീസ് കളിക്കാറുണ്ട്. നമ്പർ 5, ലിസൺ, ശ്രദ്ധിക്കുക. ഐ ട്രൈഡ് ടു ലിസൺ ബട്ട് ഐ കുഡിൻറ്റ് ഹിയർ എനിത്തിങ്. ഞാൻ കേൾക്കാൻ ശ്രമിച്ചെങ്കിലും ഒന്നും കേൾക്കാൻ കഴിഞ്ഞില്ല. I tried to listen but I couldn't hear anything. Please repeat. I tried to listen but I couldn't hear anything. They listened to music together. അവർ ഒരുമിച്ചാണ് മ്യൂസിക് കേൾക്കുന്നത്. They listened to music together. Next, wake up, ഉണരുക. I wake up early for work. ജോലിക്ക് പോവാൻ വേണ്ടി ഞാൻ നേരത്തെ ഉണരാറുണ്ട്. I wake up early for work. Please repeat. I wake up early for work. I woke up late this morning. I woke up late this morning. ഇന്ന് രാവിലെ വൈകിയാണ് ഞാൻ ഉണർന്നത്. ഇവിടെ woke up, wake upൻ്റെ past tense ആണ്. Please repeat. ഒന്നുകൂടി ഈ സെൻറ്റൻസ് പറയാം. I woke up late this morning. I woke up late this morning. Number 7, sleep, ഉറങ്ങുക. I slept just 3 hours. I slept, ഞാൻ ഉറങ്ങി. just 3 hours, വെറും 3 മണിക്കൂർ. I slept just 3 hours. The baby sleeps peaceful at night. രാത്രി ശാന്തമായി കുഞ്ഞുറങ്ങാറുണ്ട്. The baby sleeps peaceful at night. ഒരു കുഞ്ഞിനെ കുറിച്ചാണ് പറയുന്നത്. സോ അതുകൊണ്ടാണ് ഇവിടെ സ്ലീപ്സ് എന്ന് വന്നിരിക്കുന്നത്. Forget, മറക്കുക. Don't forget to lock up when you leave. പോകുമ്പോൾ പൂട്ടാൻ മറക്കരുത്. Don't forget to lock up when you leave. Don't forget, മറക്കരുത്. To lock up, പൂട്ടാൻ. When you leave, പോകുമ്പോൾ. Please repeat. Don't forget to lock up when you leave. You forgot all the promises you made to me. നീ എനിക്ക് തന്ന വാഗ്ദാനങ്ങളെല്ലാം നീ മറന്നു. എങ്ങനെ പറയാം? You forgot all the promises you made to me. Number 9, sit, ഇരിക്കുക. We sit on the bench in the garden.
ഞങ്ങൾ പൂന്തോട്ടത്തിലെ ബെഞ്ചിൽ ഇരിക്കുകയാണ്. We sit on the bench in the garden. Please repeat. We sit on the bench in the garden. We sit on the bench in the garden. Excuse me, you are sitting in my seat. ക്ഷമിക്കണം, നിങ്ങൾ എൻ്റെ സീറ്റിലാണ് ഇരിക്കുന്നത്. Excuse me, you are sitting in my seat. Excuse me, you are sitting in my seat. Number 10. Write. Children must learn to write neatly. കുട്ടികൾ വൃത്തിയായി എഴുതാൻ പഠിക്കണം. Children must learn to write neatly. I like to write stories after work. ജോലി കഴിഞ്ഞ് വന്ന ശേഷം കഥകൾ എഴുതാൻ എനിക്കിഷ്ടമാണ്. I like to write stories after work. I like to write stories after work. Please repeat. I like to write stories after work. അപ്പോൾ ഈ രീതിയിലുള്ളൊരു പ്രാക്ടീസ് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി തിങ്ക് എന്നുള്ള ആക്ഷൻ വേർബ് ഉപയോഗിച്ച് എന്തൊക്കെ സെൻറ്റൻസ് ഉണ്ടാക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ആക്ഷൻ വേർബ് സെലക്ട് ചെയ്യുക, സെൻറ്റൻസ് ഉണ്ടാക്കാൻ ശ്രമിക്കുക, എന്നിട്ടത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ് ഇംഗ്ലീഷ് വിത്ത് ജോ യൂട്യൂബ് ചാനൽ. താങ്ക് യു.